Dear friends, I am M.A. Rashid, consultant psychologist. ഡൊപ്പാമിൻ അതായത് നമ്മുടെ ബ്രെയിനിൽ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹാപ്പി കെമിക്കൽസ്, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഡൊപ്പാമിൻ. ഈ ഡൊപ്പാമിൻ നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് ആൻഡ് പ്ലഷർ സെന്ററുകളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് നമ്മൾ സന്തോഷം ഉണ്ടാക്കുകയും ഈ ഡൊപ്പാമിൻ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് വഴിയാണ് അത് ഉണ്ടാകുന്നത്. നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നതും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുമായ കുറെ കെമിക്കൽസ് ഉണ്ട്. അതാണ് 4 ഹാപ്പി ഹോർമോൺസ്. ഒന്നാമത്തത് ഡൊപ്പാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. ഇവയൊക്കെ നമുക്ക് ലഭിക്കുന്നത് നാച്ചുറൽ വേസിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ എക്സസൈസ്, അതായത് വ്യായാമം, മെഡിറ്റേഷൻ, അതായത് ധ്യാനം, സോഷ്യൽ കണക്ഷൻസ്, സാമൂഹ്യ ബന്ധങ്ങൾ, നമ്മൾ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളും ബന്ധങ്ങളും വഴി, സൺലൈറ്റ് എക്സ്പോഷർ, നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ, അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ്, നമ്മളെ ആരോഗ്യകരമായ ഭക്ഷണം, പിന്നെ നല്ല ഉറക്കം, ഇതുവഴിയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ശരീരത്തിലേക്ക് ഈ ഹോർമോൺസ് ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വെൽ ബീയിങ് ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. ഇവയെ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതിൽ ഒന്നായ ഡൊപ്പാമിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റു ഹോർമോണുകളെ കുറിച്ച് അടുത്ത വീഡിയോകളിൽ പ്രതിപാദിക്കും. ഇനി നമുക്ക് ഡൊപ്പാമിനെ കുറിച്ച് അറിയാം. വാട്ട് ഈസ് ഡൊപ്പാമിൻ? Dopamine is often referred to as the feel-good neurotransmitter. It is involved in motivation, pleasure, reward and processing. ആനന്ദം, സന്തോഷവും പ്രചോദനവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡൊപ്പാമിൻ. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കും നമ്മുടെ ശരീരം. ഡൊപ്പാമിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് പ്രചോദനം ഉണ്ടാക്കുന്നു. ലക്ഷ്യങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. പ്ലഷർ നമുക്കുണ്ടാക്കുന്നു, ആനന്ദം ഉണ്ടാക്കുന്നു. ഡൊപ്പാമിൻ നമ്മളെ ബ്രെയിനിൽ സന്തോഷവും ആസ്വാദനവും ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നു. ലേണിംഗ്, നമ്മൾ പഠനം, അതായത് നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഈ ഡൊപ്പാമിൻ നമ്മുടെ ബ്രെയിനിനെ സജ്ജമാക്കുന്നു. ഈ ഹോർമോൺ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇത് ഒരു കുറച്ച് സമയം മാത്രമേ ഡൊപ്പാമിൻ്റെ ആക്ഷൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ വഴി നമ്മൾക്ക് ഡൊപ്പാമിൻ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ, അതായത് മദ്യം, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴി അത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൊപ്പാമിൻ്റെ അമിതമായ ഉൽപ്പാദനം നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് കൊണ്ടുപോകാനും അതിൻ്റെ ഡോസ് കൂട്ടി നമ്മൾ ശരിക്കും ഒരു അഡിക്ഷൻ ഉള്ള അവസ്ഥയിലേക്കും നമ്മളെ ശരീരവും മനസ്സും ഒക്കെ നശിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ ഈ മയക്കുമരുന്നിൻ്റെ അഡിക്ഷനിലേക്ക് പോകാനും പ്രേരിപ്പിക്കുന്ന വലിയൊരു ഹോർമോണാണ് ഡൊപ്പാമിൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാതെ നമുക്ക് നാച്ചുറലായി ലഭിക്കുന്ന ഡൊപ്പാമിൻ ലഭിക്കുന്ന സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒന്നും ഒരു പ്രയാസവും ഒരു കേടും ഉണ്ടാക്കാതെ നമുക്ക് നല്ല നിലയിൽ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ കഴിയും. ഇത് നമുക്ക് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ. നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുന്ന സമയത്ത് ധാരാളം ഡൊപ്പാമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു നാച്ചുറലായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ്, നമ്മൾ ആളുകളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, രാവിലെയൊക്കെ നമ്മൾ ഇറങ്ങി എക്സസൈസ് ചെയ്യുകയും അതുപോലെ രാവിലെ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, യോഗ, ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നല്ലൊരു കൂട്ടായ്മ രാവിലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം മുഴുവനും നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബ്രെയിൻ സിറ്റുവേഷൻ ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല സുഖം ഉണ്ടാവും. അപ്പം മദ്യത്തിലേക്കും മയക്കുമരുന്നത്തിൽ ലഹരിയിലേക്കും ഒന്നും പോകാത്ത നമുക്ക് നാച്ചുറലായിട്ട് ഡൊപ്പാമിൻ അതുപോലെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മുന്നോട്ട് പോകാം. അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോകളിൽ മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. താങ്ക് യു സോ മച്ച്.